നമസ്കാരം, വെൽക്കം ടു ലൈവ്ലി മാഷപ്സ്. ഞാൻ ഡോക്ടർ ശ്രുതി പണ്ഡിറ്റ്. ഡാർക്ക് സ്പോട്സ്, ബ്ലെമിഷസ്, കരുവാളിപ്പ് അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കും നമ്മൾ പല ഫേസ് പാക്കും പറഞ്ഞു കൊടുക്കാറുണ്ടല്ലേ. പക്ഷെ തിരക്ക്, അതായത് ബിസി ലൈഫ് ലീഡ് ചെയ്യുന്ന ആളുകൾ, ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഫേസ് പാക്ക് ഒന്നും യൂസ് ചെയ്യാനുള്ള ഒരു സമയവും ഒരു സാഹചര്യം കിട്ടാതിരിക്കുന്നപ്പോൾ അവർ നമ്മളോട് ചോദിക്കാറുണ്ട്, കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള എന്തെങ്കിലും വഴിയുണ്ടോ, അല്ല ക്രീംസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ, ഈ ഡാർക്ക് സ്പോട്സ് ഒക്കെ മാറ്റാൻ വേണ്ടി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് കോട്ടക്കലിന്റെ വിഭാ ക്രീമിനെ കുറിച്ച് അറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അത് ഈ ക്രീമിനെ കുറിച്ച് പറയുന്നത് കാസർഗോഡ് പരപ്പയിലെ ശ്രീ ഋഷി ആയുർവേദ കൺസെപ്റ്റ്സിലെ ഡോക്ടർ ശ്രീ പ്രവീൺ ആണ്. അപ്പൊ ഡോക്ടറിന് ആദ്യം തന്നെ ഒരു താങ്ക്സ് പറയാം. കാരണം ഇത് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരുപാട് പേഷ്യൻസിന്, ഇതുപോലെ പുറത്ത് ഉള്ളവരും ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളായിട്ടുള്ള ഒരുപാട് പേഷ്യൻസിന് ഞാനിത് റെഫർ ചെയ്യുകയും അവരിൽ നിന്നും നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് വിഭാ ക്രീം. ഒരുപാട് ആളുകൾക്ക് ഇതിനോടകം തന്നെ ഇതിനെക്കുറിച്ച് അറിയായിരിക്കും. ഇത് കോട്ടക്കലിൻ്റെ ഒരു പേറ്റന്റ് പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രൊമോഷൻ അങ്ങനത്തെ വീഡിയോ ഒന്നല്ല. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ഒരു ക്രീം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് എവിടെ കിട്ടും? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ എല്ലാ ഷോപ്പിലും, എല്ലാ ആയുർവേദ മെഡിക്കൽ ഷോപ്പിലും ഈ പ്രോഡക്റ്റ് വാങ്ങാൻ കിട്ടും. മാത്രമല്ല ഓൺലൈനിലൂടെയും നമുക്ക് ഓർഡർ ചെയ്ത് കിട്ടുന്നതാണ്. ഫ്ലിപ്കാർട്ട്, ആമസോൺ അതുപോലുള്ള ഓൺലൈനിലൂടെയും നമുക്കിത് വാങ്ങാൻ പറ്റുന്നതാണ്. രണ്ടാമത്തത് ഇതിന്റെ റേറ്റ്. ഇതിന് 65 റുപ്പീസാണ് MRP. അപ്പോൾ എല്ലാവർക്കും വാങ്ങി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. മൂന്നാമത്തേതായിട്ട് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നല്ലേ. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് മെയിൻ ആയിട്ട് വേപ്പ് എന്ന് വെച്ചാൽ നീം, അസാഡിറാക്ട ഇൻഡിക്ക. പിന്നെ വരുന്നത് നാൽപ്പാമരം മീൻസ് അതില് നാൽപ്പാമരത്തില് 3 ഡ്രഗ്സ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതായത് അശ്വത, ഉദുംബര, നെഗ്രോദ 3 ഡ്രഗ്സ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഹരിദ്ര എന്ന് വെച്ചാൽ നമ്മുടെ മഞ്ഞൾ, കുർക്കുമ, ലോങ്ങ. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കുമാരി എന്ന് വെച്ചാൽ നമ്മുടെ അലോവേരയാണ്. ഇത്രയും ഡ്രഗ്സിന്റെ കൂടെ നമ്മുടെ മഞ്ചിഷ്ട എന്ന് വെച്ചാൽ മഞ്ചട്ടിക്കോൽ എന്ന് പറയും, റൂബിയ കോഡിഫോളിയ. ഇത്രയും ഡ്രഗ്സും പിന്നെ ഇതിന്റെ ബേസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്, കോക്കനട്ട് ഓയിൽ. ഓക്കെ, അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ്. മാത്രമല്ല ഇതിന്റെ ഷെൽഫ് ലൈഫ് 2 to 3 years ഇതിന്റെ ഷെൽഫ് ലൈഫ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ചെറിയ അളവിൽ പ്രിസർവേറ്റീവ്സ്, മീഥൈൽ പാരബിനും അതുപോലുള്ള പ്രിസർവേറ്റീവ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആണ്, നമുക്ക് എവിടെയും കൊണ്ടുപോകാൻ പറ്റും. ഇതൊരു കുഞ്ഞു ട്യൂബായിട്ട് വരുന്നത്, ഇതുപോലെ ഒരു കുഞ്ഞു ട്യൂബായിട്ടാണ് വരുന്നുള്ളത്. പിന്നെ ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു ക്രീമി കൺസിസ്റ്റൻസി ആണ്. ഇതാണ് ക്രീമി ടെക്സ്ചർ ആണ് ഇതിന് വരുന്നത്. ഒരു കുഞ്ഞ് അരോമയും ഇതിനുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കാം, ആർക്കൊക്കെ ഉപയോഗിക്കാം, എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. വിഭാ ക്രീം നമ്മൾ പറയുന്നത് ഇതിനെ ഒരു നോർമൽ കോസ്മെറ്റിക് ക്രീമായിട്ട് നമ്മൾ കണക്കാക്കരുത്. ഇതൊരു മെഡിസിൻ എന്ന രീതിയിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ഇത് ഒരുപാട് ബ്ലെമിഷസും ഒരുപാട് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഇത് നൈറ്റ് ക്രീമായിട്ട് രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് മുഖം വൃത്തിയാക്കിയതിന് ശേഷം യൂസ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷേ ഇത് നമ്മുടെ സ്കിൻ കണ്ടീഷനിൽ ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, അങ്ങനെ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്ക് ഇത് രാത്രിയിൽ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഓയിലി സ്കിന്നുള്ള ആളുകൾ ഇത് രാത്രിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ പോഴ്സ് എല്ലാം ഒന്ന് അടഞ്ഞിട്ട് അവർക്ക് പിമ്പിൾസ്, അതായത് ആക്നെ ബ്രേക്സ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. 1-2 ആള് അത് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ കുളിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു 2-3 മണിക്കൂർ വെച്ചതിന് ശേഷം കഴുകിക്കളയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇത് കുറച്ച് ചില ആളുകൾ യൂസ് ചെയ്യാറുണ്ട് മോയ്സ്ചറൈസിങ് ക്രീമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. തീർച്ചയായും നമുക്ക് ഒരു ഒരു കമ്പൈൻഡ് സ്കിൻ ഗ്രൂപ്പിൽ വരുന്ന ആളുകൾക്കും ഡ്രൈ സ്കിന്നായിട്ടുള്ള ആളുകൾക്കും ഇതൊരു മോയ്സ്ചറൈസിങ് ക്രീമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇത് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് കുറച്ചൊരു സ്റ്റിക്കിയാണ് ഇതിൻ്റെ നേച്ചർ. അപ്പം നമ്മൾ ഇത് തേച്ചതിന് ശേഷം നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് പോകുമ്പോഴത്തേക്ക് അത് കുറച്ച് ഹെവി ആവാനും നമ്മുടെ സുഷിരങ്ങൾ, പോഴ്സ് ഒക്കെ അടഞ്ഞിരിക്കാനും, അത് നമ്മുടെ പുറത്ത് പോകുമ്പോഴത്തേക്ക് ഡസ്റ്റ്, പുറത്തുള്ള പൊടിപടലങ്ങളൊക്കെ പറ്റിപ്പിടിച്ചിരിക്കാനും, അതുകൊണ്ട് നമ്മൾക്ക് സ്കിന്നിൽ ഇതുപോലുള്ള പിമ്പിൾസ് ഒക്കെ വരാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് ഈ ക്രീം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, പിന്നെ പറയുന്നത് വെച്ചാൽ ഇത് ഇതിൽ മഞ്ഞളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് ഒരു ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് കൂടിയുണ്ട്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഇൻഫെക്ഷൻസിനൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.
പിന്നെ ഏതൊരു ക്രീമാണെങ്കിലും ഓരോ ആളുടെ സ്കിൻ നേച്ചറും പിന്നെ എന്താണ് ഓരോ ആളുകൾക്കുള്ള എന്താണ് മുഖക്കുരുവിന്റെ പാടുകളുടെ ഇന്റൻസിറ്റി അനുസരിച്ചായിരിക്കും അവർക്ക് അതിന്റെ റിസൾട്ട് കാണുക. ചില ആൾ യൂസ് ചെയ്ത് ഒരാഴ്ച കൊണ്ട് റിസൾട്ട് കണ്ടെന്നിരിക്കാം, വേറൊരാൾക്ക് 1-2 ആഴ്ച യൂസ് ചെയ്തതിന് ശേഷമായിരിക്കും റിസൾട്ട് ഉണ്ടാകുക. അപ്പൊ നമ്മൾ ക്ഷമയോടുകൂടി യൂസ് ചെയ്യാം. പിന്നെ ഒരുപാട് പിമ്പിൾസ്, ഒരുപാട് ബ്ലെമിഷസ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് മാറുന്നില്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും വൈദ്യസഹായം തേടേണ്ടതാണ്. ഇത്രയൊക്കെയാണ് വിഭ ക്രീമിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്താണ്, നമ്മൾക്ക് ഒരുപാട് ഔട്ട് ബ്രേക്സും ഒരുപാട് പിമ്പിൾസ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും വൈദ്യസഹായം തേടേണ്ടതാണ്. പിന്നെ പിമ്പിൾസ് ഒക്കെ വരുന്ന ഓയിൽ സ്കിന്ന് ഒക്കെ ഉള്ള ആളുകൾ, ഏതൊരു ടൈപ്പുള്ള സ്കിന്ന് ഉള്ള ആളുകളാണെങ്കിലും സ്കിന്നിന്റെ ആരോഗ്യത്തിന് വേണ്ടി നല്ല ഭക്ഷണങ്ങൾ ശീലമാക്കുക, നല്ല ആവശ്യത്തിന് ഉറങ്ങാൻ ശ്രദ്ധിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. മാത്രമല്ല മുഖം ഇടയ്ക്കിടയ്ക്ക് കഴുകി, റിപ്പീറ്റഡ് ആയിട്ടുള്ള 2-3 തവണ മുഖം കഴുകി വൃത്തിയായി സൂക്ഷിക്കുന്നത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. മാത്രമല്ല ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.